ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. സ്വയം ബഹുമാനിക്കാൻ നാം പഠിക്കണം. അത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. നിനക്ക് വിലയില്ലാത്ത സ്ഥലത്ത് നിൽക്കരുത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. അവർക്ക് മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കണം. നിന്റെ മൗനമായിരിക്കണം അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ആവശ്യമില്ല. അതിനു വേണ്ടിയുള്ള സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ സ്വപ്നങ്ങൾ നിനക്ക് മാത്രം സ്വന്തമാണ്. അത് നീ തന്നെ നേടിയെടുക്കണം. അത് നേടിയെടുക്കാൻ ആയിരിക്കണം നിന്റെ സമയം കൂടുതലും ചിലവഴിക്കേണ്ടത്. ആരും കൂടെ ഒപ്പമുണ്ടാകുമെന്ന് ഒരിക്കലും ധരിക്കരുത്. എപ്പോഴും യാത്ര തനിച്ച് തന്നെ ആയിരിക്കും. വീണിടത്ത് നിന്ന് സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. ഒരിക്കലും നാം ആരുടെയും ചതിയിൽ പെടരുത്. ഒപ്പം നാം ആരെയും ചതിക്കാനും ശ്രമിക്കരുത്. ഏത് പ്രവൃത്തിക്കും ഉള്ള ഫലം ഉടൻ തന്നെ ലഭിക്കില്ല. മറിച്ച് തീർച്ചയായും ആ ഫലം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മെ തേടിയെത്തും. നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ എല്ലാവരും സന്തുഷ്ടരല്ല. അവർക്കും ഉണ്ടാകും മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത പല വേദനകളും. എങ്കിൽ തന്നെയും ഒരിക്കലും അവർ ഇഷ്ടപ്പെട്ടവരോട് അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കില്ല. ഇഷ്ടപ്പെട്ടവർ ഒരിക്കലും അവർ സ്നേഹിക്കുന്നവരുടെ ദുഃഖം സഹിക്കാൻ സാധിക്കില്ല. അതിൽ അവർ വേദനിക്കുകയേ ഉള്ളൂ. ഏത് പ്രവൃത്തിയും നാം ചെയ്താലും ആ പ്രവൃത്തിയുടെ ഫലം കാത്തിരിക്കരുത്. മറിച്ച് ആ ഫലം ലഭിക്കേണ്ട സമയത്തിന് നാം കാത്തിരുന്നാൽ നമ്മുടെ ബാക്കിയുള്ള പണികൾക്ക് വിഘ്നം വരും. അതിലൂടെ നഷ്ടമാകുന്നത് നമ്മുടെ സമയവും സമാധാനവുമാണ്. സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും പകലും ത്രിസന്ധ്യയും. ഇന്ന് പിറന്നാൾ ആഗ്രഹിക്കുന്നവർ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് വിഷൻ്റെയും ശ്രോതാക്കളുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി നാം എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാലും. പ്രധാനമായി ചിന്തിക്കേണ്ടത്, നാം ഈശ്വരനോട് എന്ത് പ്രാർത്ഥിച്ചാലും നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മെക്കാളും കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ശത്രുക്കൾക്ക് വേണ്ടിയും ബന്ധുജനങ്ങൾക്ക് വേണ്ടിയും ആയിരിക്കണം. അതിലൂടെ നമുക്ക് കിട്ടുന്ന അസ്വസ്ഥത ഒത്തിരി വലുതായിരിക്കും. ഈ സുപ്രഭാത സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കഴിയുന്നതും അവ
അറിയുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. ഇന്നത്തെ പകൽ എല്ലാം നല്ലതായി ഭവിക്കട്ടെ. അതിന് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ അടുത്തൊരു സമയം. താങ്ക് യു.